ഹായ് ഗെയ്സ്, ആശിഷ് ടോക്കിലേക്ക് സ്വാഗതം. കപിൽ ദേവിൻ്റെ ഒരു വിമർശനം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. എല്ലാവരും സഞ്ജു സാംസനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ കപിൽ ദേവ് പറഞ്ഞ സഞ്ജു എന്ന ഒരു വ്യക്തിയുടെ കഴിവുകൊണ്ടോ അവൻ ആ ഒരു വ്യക്തിയുടെ ടീമിലെ സ്ഥാനം കൊണ്ടോ അല്ല ഇന്ത്യ ജയിച്ചതെന്ന് പറയാനായിട്ടില്ല. അത് ടീമിൻ്റെ ഒന്നായിട്ടുള്ള ടീമിൻ്റെ ഒരു പ്രകടനം മൂലമാണ് ഇന്ത്യ ജയിച്ചത് എന്ന് കപിൽ ദേവ് പറഞ്ഞത് സഞ്ജുവിനെ പുച്ഛിക്കുന്നത് പോലെ ഉള്ള ഒരു അനുഭവമാണ് മലയാളികൾക്ക് തോന്നിയത്. മലയാളികൾക്ക് സഞ്ജു എന്ന് പറയുന്നത് അഭിമാനമാണ്, സന്തോഷമാണ്, ഒക്കെ കാര്യം ശരിയാണ്. പക്ഷേ നമ്മൾ മലയാളികളുടെ വ്യൂവിൽ നോക്കുമ്പോൾ കേൾക്കുമ്പോൾ ഒത്തിരി തവണ തഴയപ്പെട്ട വ്യക്തിയാണ് സഞ്ജു, തിരസ്കരിക്കപ്പെട്ടവരാണ്, ബെഞ്ചിലിരിക്കുകയും വെള്ളം കുടിക്കാൻ വാട്ടർ ബോയ് ആയിട്ടും ഒക്കെ ഉപയോഗിച്ച വ്യക്തിയാണ് സഞ്ജു. എന്നാൽ കഴിഞ്ഞ ഒരു 10-15 വർഷം ഈ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായിരുന്നിട്ടും ഒന്ന് ഉയർന്നു വരുവാൻ കഴിയാതെ, കൺസിസ്റ്റൻസിയിലേക്ക് വരുവാൻ കഴിയാതെ ആയിരുന്ന സഞ്ജുവിന് ഇന്ന് ഈ വേൾഡ് കപ്പിൽ തിളങ്ങാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അത് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ കപിൽ ദേവ് അങ്ങനെ പുച്ഛിച്ചാണോ സംസാരിച്ചത്? കപിൽ ദേവിൻ്റെ 10-12 കൊല്ലം 11 കൊല്ലം മുമ്പുള്ള ഒരു വീഡിയോ ഞാൻ കേൾപ്പിക്കാം. അതിവിടെ എത്ര വലിയ സ്കോർ ആയാലും കൊച്ചിയിൽ ഇന്ത്യക്ക് അനായാസം ജയിക്കാനാകുമെന്ന് കൊച്ചിയിൽ കടന്നു വന്നിട്ട് പറയുന്ന സഞ്ജു സാംസനെ കുറിച്ച് പറയുന്ന Sanju Samson is already a big name in Kerala cricket. Do you feel that the time has come for the selectors to consider him as a proper batsman and rather than considering him as a wicket-keeper batsman or as a wicket-keeper who could bat? No, I think he have to carry on playing good cricket and his time will come. He's young. I think it's important he keep on playing India B, India A team. That's important, but if he keep on playing, he will get better experience. And whenever he get a chance, I hope he can do well. He is very talented. ആണോ? അപ്പോൾ ഒരു 11 കൊല്ലം മുമ്പത്തെ ഒരു വീഡിയോ ആണിത്. ഏഷ്യാനെറ്റിനോട് കൊച്ചിയിൽ വന്നപ്പോൾ സഞ്ജു സാംസണിനെ കുറിച്ച് കപിൽ ദേവ് എന്ന ആ ശ്രേഷ്ഠനായ മഹാനായ കപിൽ ദേവ് പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ തനിക്ക് അവസരം കൊടുക്കുക, അവസരം കിട്ടുമ്പോൾ തനിക്ക് കയറി വരാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. തനിക്ക് ടാലൻ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആ വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. പക്ഷേ പലരും പറയുന്നതായിട്ട് കേട്ടു, സഞ്ജു സാംസണിനെ പുച്ഛിച്ചുകൊണ്ട് സംസാരിച്ചു. ഈ ഇത്രയും മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടും എന്തുകൊണ്ടാണ് സഞ്ജുവിനെ ഇങ്ങനെ തരം താഴ്ത്തി സംസാരിച്ചത്? ടീമിൻ്റെ ഒരു ഭാഗമല്ലേ താൻ? ഇത്ര ശ്രേഷ്ഠമായ ഒരു ഇന്നിങ്സ് കാഴ്ചവെച്ചപ്പോൾ തനിക്ക് എന്തുകൊണ്ടാണ് ഒരു കപിൽ ദേവ് എന്ന ആ മഹാനായ വ്യക്തിയിൽ നിന്നൊരു എന്താണ് പ്രോത്സാഹനം ലഭിക്കാത്തത് എന്ന് പലരും വിമർശിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. പക്ഷേ കപിൽ ദേവ് പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? ഇന്ത്യൻ ടീമെന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളത് താൻ അങ്ങനെയാണ് പറഞ്ഞത്, നിഷ്പക്ഷമായിട്ടാണ് പറഞ്ഞത്. അല്ലെങ്കിൽ മലയാളികൾ പറയുന്ന പോലെ ഞങ്ങളുടെ സഞ്ജു സാംസൺ ഇന്ത്യയെ ജയിപ്പിച്ചു, അത് നമ്മൾ അഭിമാനിക്കുന്നുണ്ട്, കാര്യം ശരിയാണ്. പക്ഷേ ഒരു ടീം എന്ന നിലയിൽ ഒരു വ്യക്തി മാത്രമല്ല അതിനകത്ത് ഉൾപ്പെടുന്നത്. 11 പേരും ഒരുപോലെ, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും പെർഫോമൻസ് ഒരു വിജയത്തിൻ്റെ പിന്നിൽ അനിവാര്യമാണ് എന്നുള്ളതാണ് കപിൽ ദേവ് പറഞ്ഞു വയ്ക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. കാരണം ഇപ്പോൾ പുതിയ ഒരു ഇന്നലെ പറഞ്ഞ സഞ്ജു സാംസൺ സംസാരിച്ച ചില വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. എവിടെയാണ്? ഇന്നലെ സഞ്ജു സാംസൺ തൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. संजू, पिछले 2 इनिंग्स जो आपने खेली ऑलमोस्ट 100 दोनों में मिस किए, लेकिन दिल्ली में जो पारी आपकी बड़ी छोटी सी पारी थी, आपका एक्चुअली पूरा वर्ल्ड कप दांव पे लगा हुआ था, वहाँ पर छोटा सा कैमियो खेला, उसकी कितनी इंपॉर्टेंस थी? क्योंकि आप तब भी अटैकिंग खेल रहे थे, फिर उसके बाद भी एक छोटी ही पारी रही अगले मैच में, वो भी छोटी थी। बर्डन इतने दिनों से संजू सैमसन पे जो उम्मीदों का भार 10-15 साल से चल रहा है, अब लग रहा है वो खत्म हो गया, हल्का फील कर रहा हूँ।
कपिल भाई 2 सेंचुरी मिस नहीं हुआ है, एक 97 और 89 क्या बना है, बहुत बड़ी बात है. वेरी 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 ग्रेटफुल फॉर दैट. सो चल रहे हैं. लाइक आपने देखा मेरा गेम बहुत साल से फॉलो किया होगा आपने कि मैं wickets in the power play. Then I thought, okay, यार थोड़ा गेम आ गया हमारे पास. But the way Bethel batted and the partnership which they had, I kind of felt here, no, it's still possible. They needed 13 runs per an over. They were getting 2 boundaries every over. It was very easy for them at the middle stage. But the way our bowlers came back and the quality which we have in Arshdeep, in Hardik and he's a once in a generation bowler which we are very lucky to have. I think the way he bowled those 6 Yorkers in line, I think then you have kind of a confidence रहता है, नहीं यार बुमराह का एक बचा है और अर्शदीप का एक बचा है, डाल देगा. तो confidence था, but at the same time you have to give credit to the England batters also, the way they came up, the way they actually studied the condition, and I think we had a great game. Sanju, when you were അവിടെ സഞ്ജു സാംസൺ പറയുന്നത്, സഞ്ജു തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞു. അവിടെ ഒരു ടീമിൻ്റെ പ്രകടനമാണ്, ബോളേഴ്സിൻ്റെ നല്ല ഒരു പ്രകടനം. ജസ്പ്രീത് ബുംറയും മറ്റേ നമ്മുടെ പഞ്ചാബി പയ്യനും ഒക്കെ വളരെ നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ടാണ് ഇത്രയും നല്ല ടഫായിട്ടുള്ള ടൈറ്റായിട്ടുള്ള ഗെയിമിൽ അതിൻ്റെ എൻഡിൽ വിജയം കൈവരിക്കുവാനായിട്ട് ഇടയായിട്ടാണ്. സഞ്ജു എന്ന വ്യക്തി അത് നല്ലവണ്ണം ഒരു ബാറ്റിംഗ് കാഴ്ചവെച്ചു എന്നുള്ളത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ തന്നെയും തൻ്റെ പ്രകടനം മാത്രമല്ല, വളരെ ടൈറ്റായിട്ട് വെറും 13 റണ്ണ് വെച്ച് എടുത്താൽ ജയിക്കാവുന്ന ഇംഗ്ലണ്ടിന് അവരെ ആ ഒരു 8 റൺസിന് തോൽവിയിലേക്ക് അവരെ ഒതുക്കുവാനായിട്ട് കഴിഞ്ഞത് ബോളേഴ്സിൻ്റെയും മറ്റ് ഓരോ കളിക്കാരുടെയും പ്രകടനത്തിൻ്റെ ഓരോ പങ്കും അതിന് കാരണമായി തീർന്നു എന്നുള്ളതാണ്. സഞ്ജു എന്ന ഒരു വ്യക്തി 89 റൺസ് എടുത്തു. അത് ഏറ്റവും പീക്കായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഓരോ പ്ലെയേഴ്സിൻ്റെയും ഓരോ കളിയും ഓരോ പെർഫോമൻസും അത് ടീമിൻ്റെ വിജയത്തിലേക്ക് നയിക്കുന്നതിന് പ്രധാന കാരണമാണ് എന്നുള്ളത് നമുക്ക് എടുത്തു മാറ്റാനായിട്ട് കഴിയില്ല. ഒരു പ്ലെയറിൻ്റെ ഒരു പെർഫോമൻസ് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ ആ ഒരു മാച്ചിൻ്റെ ഫുൾ എസൻസ് എന്ന് പറയുന്നത് 11 പേരും ഒരുമിച്ച് കളിക്കുന്നതെന്നാണ്. ഒരുപക്ഷെ ഒരു വ്യക്തി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു, വേറൊരു വ്യക്തി വലിയ പെർഫോമൻസ് ഫോമിലല്ലായിരുന്നായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം റണ്ണ് വിട്ടുകൊടുത്തിരിക്കാം. അപ്പോഴും അധികം റണ്ണ് വിട്ടുകൊടുത്തില്ലല്ലോ എന്ന് നമുക്ക് പറയാൻ കഴിയും. കുറച്ചുകൂടെ റണ്ണ് വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ കളി ഏത് ഗതിയിലായനെ, ജയമായിരുന്നോ പരാജയമായിരുന്നോ അനുഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം അടുപ്പിച്ച് 6 ബദയിൽ അടിച്ചു കൂട്ടുമ്പോഴും താൻ സെഞ്ചുറി അടിക്കുമ്പോഴും താൻ നിലയുറപ്പിച്ചാൽ അവർ ജയിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ നമുക്ക് മനസ്സിലുണ്ട്. പക്ഷേ താൻ അവസാന മൂമെൻറ്റിലാണ് ഔട്ടാകുന്നതെങ്കിൽ തനിക്ക് ആശ നഷ്ടപ്പെടുന്ന ഒരു സമയത്താണ്, അവസാന ഓവറുകളിലാണ് താൻ ഔട്ടാകുന്നത്. തനിക്ക് ജയത്തിലേക്ക് നയിക്കാമായിരുന്നുവെങ്കിലും ഇന്ത്യൻ ബോളർമാർ വരിഞ്ഞു മുറുക്കി. ഇന്ത്യൻ ബോളർമാരുടെ കയ്യിലായിരുന്നു ഇന്ത്യയുടെ ജയം ഉണ്ടായിരുന്നത്. അപ്പോൾ കപിൽ ദേവ് പറഞ്ഞത് തെറ്റൊന്നുമല്ല. സഞ്ജു സാംസൺ ചെയ്തത് തൻ്റെ പെർഫോമൻസ് വളരെ മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചത് കഴിഞ്ഞ കളികളിലും ഈ കളിയിലും. പക്ഷേ കേവലം ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഒരു ടീമിൻ്റെ വിജയമെന്ന് കപിൽ ദേവ് പറഞ്ഞത് സത്യം തന്നെയാണ് എന്നത് ഈ കളിയിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ഇത്ര ടൈറ്റായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ച കളിയിൽ ജയവും തോൽവിയും ഏത് സമയം സംഭവിക്കാം, എങ്ങനെയും പര്യവസാനിക്കാമെന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നും ഇന്ത്യക്ക് ജയം നേടിക്കൊടുത്തത് ടീമിൻ്റെ വിജയം തന്നെയാണ്. ഒരു വ്യക്തിയിൽ നിന്ന് മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് ഇതിലൂടെ കപിൽ ദേവിൻ്റെ വാക്കുകൾ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസാണ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. ഇന്ത്യൻ ടീമിന് ഫൈനൽ കളിയിൽ നല്ല ഒരു വിജയം നേടുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുന്നു.